ചേട്ടാ, പി കെ ശശി കൈ പിടിക്കത്തില്ല എന്നൊരു വാർത്തയുണ്ട്. കൈ എന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കത്തില്ല മത്സരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത്തരത്തിൽ CPM-ൽ നിന്നും വരുന്ന ആളുകളെ സ്വതന്ത്രരായിട്ട് പിന്താങ്ങുമ്പോൾ അത് കോൺഗ്രസിനൊരു തിരിച്ചടിയാകത്തില്ല. കാരണം സുധാകരനാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇതെല്ലാം കോൺഗ്രസിനെ കൃത്യമായിട്ട് ബാധിക്കില്ലേ? അല്ല, കോൺഗ്രസിന്റെ ഇന്നലെ വരെ ഇല്ലാത്തൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വർക്കൗട്ട് ആയിരിക്കുന്നത്. അത് ചുമ്മാ വർക്കൗട്ട് ആയതല്ല. കാരണം ഈ CPM ആണ് സാധാരണ ഇത്തരത്തിൽ അവിടെ നിന്ന് ചാടി വരുന്നത്. ഇപ്പോൾ ഉദാഹരണം TK ഹംസയെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ലോനപ്പന്തമ്പാടിനെ കൊണ്ടുവന്നു, അവസാനം സരിനെ കൊണ്ടുവന്നു. പക്ഷെ അത് ഈ വോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആ രീതികളൊക്കെ അവലംബിക്കുന്നത് നല്ലത് തന്നെയാണ്. അത്തരത്തിലുള്ള രീതികൾ നല്ലതാണ്. പക്ഷെ അവിടെയും ഒരു മെരിറ്റ് എന്ന് പറയുന്നത് ഇന്നലെ വരെ കോൺഗ്രസിനെ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയത്തിൽ ആരെയാണോ അവരെ തെറിവിളിച്ചവരെ പിന്താങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ പ്രാദേശിക നേതാക്കൾക്കുണ്ടാവും. അതിൽ അവരുടെ എതിർപ്പ് പറയും. ആ എതിർപ്പിനെ ഒരു പരിധിവരെ അംഗീകരിക്കുന്ന നേതൃത്വമാണ് ശരിക്കും. CPM-ന് ആ നേതൃത്വം ഇല്ല. അത് നിങ്ങൾക്കറിയോ? ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് അവിടെ വേറെ പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട്. അന്ന് ഈ പറയുന്ന സരിനെ നൂല് കെട്ടി ഇറക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറഞ്ഞു ഈ ഐറ്റത്തിനേക്ക് ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സരിനെ കുറിച്ച് നമ്മൾ മോശമായി പറയുന്നതല്ല. അവിടെ പ്രാദേശിക നേതൃത്വത്തിന് മുഖവിലക്കെടുക്കാത്ത CPM കെട്ടി ഇറക്കിയിട്ട് 3-ാം സ്ഥാനത്താണ് വന്നത്. ഇപ്പൊ ഇവിടെ പ്രാദേശിക നേതൃത്വത്തിന് ഒരു മെരിറ്റ്, ഒരു വില കോൺഗ്രസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാര്യം PK ശശി എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് കേരളത്തിലെ ഏതാണ്ട് ഈ രാഷ്ട്രീയം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്നലെ വരെ ഈ പാർട്ടിക്കൊപ്പം നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റി ഈ രാജിവെക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ KTDCയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഒരാൾ തന്നെയാണല്ലോ. പിന്നെ എന്ത് മൂല്യമാണ് ഈ ശശിക്കുള്ളത്? എന്തർത്ഥത്തിൽ നിങ്ങൾ കൈപ്പറ്റി കൊടുക്കും? ഒരു പാർട്ടിയുടെ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു യോഗ്യത വേണം. പണ്ട് രാഹുലിന് അറിയോ, അരിവാൾ ചുറ്റിക നക്ഷത്രമാവട്ടെ, കൈപ്പത്തി ആവട്ടെ, അല്ലെങ്കിൽ മറ്റേത് ചിഹ്നമാവട്ടെ, ആ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു യോഗ്യത ഉള്ളവർക്ക് ചിഹ്നം കൊടുക്കുള്ളായിരുന്നു. ഇപ്പൊ കാണുന്നവർക്കെല്ലാം ഈ പറഞ്ഞ എല്ലാ ചിഹ്നവും കൊടുക്കുകയാണ്. അത് എന്ത് ധാർമ്മികതയാണ്, എന്ത് എത്തിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. രാഹുലിന് എന്താ തോന്നണേ? ഈ പ്രാദേശിക നേതൃത്വത്തെ കണ്ടതല്ലേ? അത് നല്ലതല്ലേ? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ശശി ഡയറക്റ്റായിട്ട് ഫൈറ്റിന് ഇറങ്ങിയിരിക്കുന്നത് സഖാവ് പിണറായി വിജയനുമായിട്ട് തന്നെയാണ്. യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് PV അൻവർ വലിയൊരു ബദലായിട്ട് മാറുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ PV അൻവറിനെ പോലെ തന്നെ സഖാവ് PK ശശിയും ഇറങ്ങുമ്പോൾ ഇപ്പോൾ ശശിയെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ള, കളിയാക്കിയിട്ടുള്ള, ആക്ഷേപിച്ചിട്ടുള്ള നേതാവാണ് PK ശശി എന്ന് പറയുന്നത്. അതായത് PK ശശി എന്ന് പറയുന്ന നേതാവിനെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ വരുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതലും ആക്ഷേപിച്ചിട്ടുള്ളത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ്സുകാരായിട്ടുള്ള അണികളുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആള് മത്സര രംഗത്തേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ചളിപ്പുണ്ട്. അതായത് CPM-കാർ എന്നെ ആക്ഷേപിക്കും, നിങ്ങൾ ഇത്രയും നാളും ആക്ഷേപിച്ചിട്ട് അവന് വേണ്ടി നീയൊക്കെ വോട്ട് ചോദിക്കേണ്ട അവസ്ഥ വരുമല്ലോ എന്നുള്ള രീതിയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ എത്രയോ നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ അവര് സ്വർഗീയനായിട്ടുള്ള മഹത്വവൽക്കരിച്ച വ്യക്തികളായി മാറുന്നത്. അതെ, അപ്പുറത്ത് നിന്നവരൊക്കെ വളരെ മോശപ്പെട്ട, അതായത് ഇവിടുന്ന് പോകുന്നവരൊക്കെ ലോകോത്തര മോശക്കാരും ഇങ്ങോട്ട് വരുന്നവരെല്ലാം ലോക മഹാന്മാരും. ഇപ്പൊ നമുക്കറിയാം ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ അവരെങ്ങനെയാണ് പ്രതികരിച്ചതെന്ന്, അല്ലെങ്കിൽ മാണി സാറിന്റെ മകനുണ്ടല്ലോ ജോസ് കെ മാണി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും PK ശശി അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് കോൺഗ്രസ് ജീവൻ മരണ പോരാട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യമാണ് മേളിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരെ അംഗീകരിച്ചത്. കൈപ്പത്തി ചിഹ്നം വേണ്ട, കൊടുക്കണ്ട എന്ന് പ്രാദേശിക നേതൃത്വം പറഞ്ഞു, അത് അംഗീകരിച്ചു. അതൊരു വലിയ കാര്യമാണ്. ശശി അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് കൈപ്പത്തി മത്സരിക്കണ്ട. കാര്യം ഈ പറഞ്ഞത് തന്നെ അത്ര കണ്ട് അവർക്കറിയാത്ത ശശി അല്ലല്ലോ. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ അവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ വിഷയം, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഉള്ളിൽ കമ്മ്യൂണിസം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇപ്പം സുധാകരനാണെങ്കിലും ശശി ആണെങ്കിലും ഇവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം പാർട്ടി പരിപാടികളിലേക്ക് വരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിനെ UDF സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്, UDF സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും UDFന്റെ വേദികളിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ കിട്ടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ട അത് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അവരോട്ട് പോകുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവർക്കൊക്കെ പാർട്ടിയുമായിട്ട് കടുത്ത ബന്ധമുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ട് ഇവര് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അവിടെ ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ MLA-മാരായി കഴിഞ്ഞാൽ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല വോട്ട് കുത്തു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ഇവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ഒരു തൂക്കു മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ ഇവരെ കൊണ്ടുപോകാൻ CPM പാർട്ടിക്ക് എളുപ്പമായിരിക്കത്തില്ലേ?
അല്ല രാഹുലെ, ഇതിനകത്തെ ഇവരൊന്നും മെരിറ്റ് ഉള്ളവരായിട്ട് നമ്മൾ കണക്കാക്കണ്ടേ. ജി സുധാകരനെ നമുക്ക് മാറ്റി നിർത്താം, പോട്ടെന്ന് വെക്കാം. പക്ഷെ ശശി അങ്ങനെയല്ല. ശശി ഇപ്പൊ അവസാനം പറഞ്ഞെന്തെന്നറിയോ, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല എന്നാണ്. എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ച് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, രാഹുലും ഇപ്പൊ നമ്മളെല്ലാം നമ്മൾ പലതും വായിക്കുകയും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ശശി എന്ന് പറയുന്ന നേതാവിന് എന്ത് മെരിറ്റാണ് ഉണ്ടായിരുന്നത്? പി കെ ശശിക്ക് എന്ത് ഇങ്ങനെയുള്ള പാർട്ടിയിലെ കളങ്കിത വ്യക്തിത്വങ്ങളെ ആരാണ് സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആ പേര് ക്ലീശ പറഞ്ഞു മടുത്തുകൊണ്ടാണ് ആ ക്ലീശ പേര് ഞാൻ പറയാത്തെ. ഈ പറയുന്ന പോലെ ആ മെരിറ്റ് കൽപ്പിച്ചു നൽകിയത് ആരാണ്? എന്നിട്ട് അതിന്റെ അവസാനം കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ തള്ളാൻ ഇദ്ദേഹത്തിന് എന്ത് മെരിറ്റ്? ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നിലെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. പിന്നെ രാഹുൽ പറഞ്ഞതുപോലെ ഇവരൊന്നും അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ലെന്നേ. എന്ത് മൂല്യം അവർക്ക്? കമ്മ്യൂണിസ്റ്റ് മൂല്യം ഇവർക്ക് എന്താ ഉള്ളത്? എനിക്ക് രാഹുലിനെ ചൂണ്ടിക്കാണിച്ചാൽ ഇവർക്ക് അധികാരത്തിന്റെ പിറകെ പോകാത്ത ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിന് ചുമ്മയല്ല ഈ പാർട്ടി പുറത്താക്കിയത്. ഇദ്ദേഹം അവിടെ പല നമ്പർ 1 കാശ് തട്ടിപ്പാ നടത്തിയത്. അവിടെയാണ് ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് ഇതിനെ പലതിനെയും എങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോവാൻ അവസാനം അത് പൊട്ടി പുറത്തു വന്നാണ്ടാ. അപ്പൊ ഇതിന് ഒരു അവസാനമുണ്ട്. അല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ഉള്ളവരെ ഇവർക്ക് ആവശ്യമില്ല. കാര്യം കള്ളന്മാരെയും ഇതിനൊക്കെയുള്ള പൈസ വെട്ടിപ്പുകാരെയും പൊതിയാൻ നോക്കുമ്പോൾ ഇതേപോലെ നല്ല വ്യക്തിത്വങ്ങൾക്ക് പിടിച്ചേക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ശത്രുക്കളല്ല പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കും. കോൺഗ്രസ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് എന്ത് മൂല്യമായിരിക്കും മുന്നോട്ട് വെക്കുന്നത്? ഒരു മൂല്യമല്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമാണ് രാഹുലെ. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരു എത്തിക്സ് നോക്കേണ്ട കാര്യമില്ല. ഇവർ ഈ വോട്ടിട്ട് ജയിച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ രാഹുൽ പറയുന്ന പോലെ ഇവർ മാറി അങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇവർ പോകും? ഇവർക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ഇവർക്ക് കിട്ടിയ വോട്ട് ഇതല്ലേ. പിന്നെ ഇവർ കടിച്ചു നോക്കി അവർക്ക് പഴയ പ്രസ്ഥാനത്തിൽ കടന്നാൽ പോരായിരുന്നു. അങ്ങനെ പിന്നെ ഇവരൊക്കെ എന്തിനാ പിന്നെ മത്സരിക്കാറങ്ങനെ? സോഷ്യൽ മീഡിയ കൊണ്ട് ഇവനൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ പിന്നെ ഇവരൊക്കെ എന്തിനാ മത്സരിക്കാറങ്ങുന്നത്? ഒരു എത്തിക്സ് ഇല്ലാത്തവരൊക്കെ എന്തിനാ സപ്പോർട്ട് ചെയ്യാൻ പോണേ? അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം. ഈ പറയുന്ന പോലെ ഈ പാർട്ടിയിൽ നിന്ന് വെട്ടി തിന്ന് ഉണ്ടാക്കാവുന്ന എല്ലാം ഉണ്ടാക്കിയില്ലേ അല്ലെ? അതിന് കണ്ണുകൂട്ടി കൊടുത്തിട്ട് അവസാനം ഇതെല്ലാം വാലറ്റ് വങ്കിലായി കഴിയുമ്പോഴാണ് ഇമേജ് ഉണ്ടാകുന്നത്. വാലറ്റ് വങ്കിലായി കഴിയുമ്പോഴും ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു ഈ ഐറ്റം എങ്ങനത്തെ ഐറ്റം ആണെന്ന്. അല്ല, എന്ത് തന്നെയാണെങ്കിലും ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലെ, ഇതിനകത്ത് ഒറ്റ മെരിറ്റേ ഞാൻ കാണുന്നുള്ളൂ. കോൺഗ്രസ് പാർട്ടി കൈപ്പത്തി ചിഹ്നം ശശിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. കാര്യം പ്രാദേശിക നേതൃത്വം മുകളിലുള്ള നേതൃത്വം അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടടാ, നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലടാ, ശശി നിങ്ങൾക്കറിയാവല്ലോ, ഞങ്ങൾക്കും അറിയാം. പിന്നെ ഇതൊക്കെ ഒരു അടവ് നയം മാത്രമാണ്. എനിക്ക് അവിടെ മറ്റൊരു മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് പിടിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള സീറ്റുകളാണ് ഇതല്ല. അതായത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് അവിടെ നിന്ന് ഒരാളെ പറിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെയും ഇനി ഉണ്ടാകില്ല രാഹുലെ, അങ്ങനെയും ഉണ്ടാകില്ല. കാര്യം ഈ പാലക്കാട് ഈ പാർട്ടി എന്ന് പറഞ്ഞ 7 കീറായി നിൽക്കുവാണ്, അറിയാമല്ലോ. ഒരു നല്ല സ്ഥാനാർത്ഥിയെ രാഹുൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചോ പറഞ്ഞു. പാലക്കാട് എന്ന് പറയുന്നത് CPM കോട്ടയായിരുന്ന സ്ഥലമാണ്. KK ദിവാറിന് ശേഷം ഒരു സ്ഥാനാർത്ഥി അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സരിന് മുമ്പ് ഇവർ ഈ പറയുന്ന പോലെ കുറച്ചു പേരെ പേര് പറഞ്ഞിട്ട് അവസാനം സരിന്റെ പിറകെ പോയി. എന്തിനു പറഞ്ഞു? സന്ദീപ് വാര്യർ പോയപ്പോഴത്തേക്ക് എന്താ AK ബാലൻ പറഞ്ഞത്? അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണ്. ഇവർക്ക് ആവശ്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെയൊന്നും അല്ല. ഇവർക്ക് അധികാരത്തിൽ ഇരുന്ന് പോകാൻ ഈ പറയുന്ന ഈ കാറിൽ, ഇന്നോവ കാറിലൊക്കെ ഇങ്ങനെ എന്തോ പറയാ, ഇതൊന്നും പറയാൻ ഇനി ഒന്നുമില്ല. അല്ല, എന്ത് തന്നെയാണെങ്കിലും PK ശശി ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ കേരളം നിൽക്കുന്നില്ല. അല്ല, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള SFIയിലും DYFIയിലും പ്രവർത്തിച്ചിട്ടുള്ള ചില നേതാക്കന്മാരെ പറ്റിയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരിൽ ഒരാൾ ചീത്ത വിളിച്ചു. അല്ല, അത് പേര് ഞാൻ പറയുന്നില്ല. ഒരാൾ ഇവനെയൊക്കെ എടുത്ത് പുറത്ത് കളയണമെന്ന് പറഞ്ഞ് പാർട്ടി വേദി പറയേണ്ട കാര്യങ്ങൾ പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞു. അതെ, സ്വാഭാവികമായിട്ട്. ഇപ്പൊ അത് മാത്രമല്ല, ഇവിടെ ഞാൻ ഉന്നയിച്ച മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ G സുധാകരൻ പറഞ്ഞിട്ടുള്ള ലഹരി മാഫിയ, അതേപോലെ തന്നെ PK ശശി പറഞ്ഞിട്ടുള്ള ലഹരി മാഫിയ. അല്ല, ഞാൻ ചോദിക്കട്ടെ, PK ശശിക്ക് ഇപ്പോഴേ ലഹരി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞുള്ളൂ? അത് എറണാകുളത്ത് നിന്നുള്ള ഒരു DYFI നേതാവിനെ പറ്റിയിട്ടാണ്. ആയിക്കോട്ടെ, എന്നാൽ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ. സഖാവ് എന്താ നേരത്തെ പറയാത്തെ? അല്ല, പാർട്ടിയിൽ നിൽക്കുമ്പോൾ അതൊന്നും വിളിച്ചു പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ നിന്നുകൊണ്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ കഴിയും, അല്ലയോ? ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ കഴിയുമല്ലോ. കൈപ്പറ്റി KTDCയുടെ ചെയർമാനായിട്ട് രാജിവെക്കുന്നതിന്റെ, പാർട്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ 3-ാം നാൾ വരെ അവിടെ ഇരിക്കാമല്ലോ AC മുറിയിൽ, അല്ലെ? സിമ്പിളനായിട്ട് കഥാപ്രസംഗം, നമ്മളെ പഴയ കാതികൻ V സാംബശിവന്റെ കൂട്ട് മുടിയൊക്കെ വെച്ച് സുന്ദരനായി ചുള്ളനായിട്ട് ഇരുന്നിട്ട് അവസാനം വെളിയിറങ്ങിയിട്ട് കിട്ടാവുന്ന ആനുകൂല്യമൊക്കെ വാങ്ങിച്ചിട്ട് പാർട്ടിയെ നാണമില്ലേ ഇവർക്കൊക്കെ? ഈ പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വോട്ട് കിട്ടുക. ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ ഷൊർണൂർ ജയിക്കുക, അത് ശശി എങ്കിൽ ശശി, അല്ലെങ്കിൽ വേറൊരു ശശിയെ പിടിക്കുക അവർക്ക് അറിയാം. അങ്ങനെയുള്ളൂ. ഈ ഒരു ശശി അങ്ങനെ അവർ വളരെ ഉദാത്തമായിട്ടൊന്നും കാണുന്നില്ല എന്ന് എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നുള്ളൂ.